once again welcome back to Nandus kitchen. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഒരു ചിക്കൻ കറി ആണ്. ഹൈദരാബാദി ചിക്കൻ കറി. ഈ കറി പെട്ടെന്ന് അതും വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പാചകം പഠിച്ചു വരുന്നവർക്ക് തീർച്ചയായും ട്രൈ ചെയ്യാൻ പറ്റും. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനായി 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ പൊടികൾ ചേർത്ത ശേഷം 100 ഗ്രാം തൈര് ഇതിൽ ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി ഇതിൽ ചേർക്കേണ്ടത് മല്ലിയിലയും പുതിനയിലയും. ഇത് രണ്ടും കൂടി 4 ടേബിൾ സ്പൂൺ അളവിൽ വേണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത് 3ഉം ചേർത്ത ശേഷം കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യുക. ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് 4 സവാള അരിഞ്ഞത് ചേർത്ത് നന്നായി വഴറ്റുക. ഇപ്പോൾ സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് അധികം ഉപ്പ് ചേർക്കേണ്ടതില്ല. സവാള കുറച്ചധികം നേരം ഈ വിധം വഴറ്റേണ്ടി വരും. ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത് കൊണ്ടാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ലഭിക്കുന്നത്. ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നത് വരെ സവാള വഴറ്റിയെടുക്കണം. ഈ സമയം ചിക്കൻ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് സമയം വെള്ളം ചേർക്കാതെ ഇതിൽ കിടന്ന് ഫ്രൈ ആകണം. ഇനി ഇതിൽ 2 കപ്പ് വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം എല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടപ്പ് വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ഇതുപോലെ വേവിക്കണം. ഇടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുവാൻ മറന്നു പോകരുത്. ഇനി ഇതിൽ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുകയാണ്. ഒപ്പം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ഈ കറി നല്ല എരിവും നല്ല കളറുമുള്ള ഒരു ചിക്കൻ കറിയാണ്. ഒരു തിക്ക് ഗ്രേവിയാണ് ഇതിന്. ഈ കറി ചോറിൻ്റെ കൂടെ അത്ര മാച്ച് അല്ല. ചപ്പാത്തി, പൊറോട്ട, പത്തിരി, പൂരി തുടങ്ങി എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഈ കറി ഇതാ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.